ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തേതൊരു അവധി ദിവസത്തെ വ്ളോഗാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ രാവിലെ തിരക്ക് പിടിച്ച മോർണിംഗ് റുട്ടീനൊന്നുമില്ല. എന്നാലും നമുക്ക് കുറച്ച് റിലാക്സിങ് ആയിട്ട് തന്നെ കാര്യങ്ങൾ ചെയ്തു തീർക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ രാവിലെ തന്നെ നമ്മുടെ പിക്കപ്പ് റൂട്ടീനൊക്കെ കുറച്ച് ചെയ്തു കേട്ടോ, ഫിനിഷ് ചെയ്തിട്ടില്ല. അപ്പോൾ രാവിലത്തെ കാര്യങ്ങളൊന്നും തന്നെ ഷൂട്ട് ചെയ്തിട്ടില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ട്രൈപോഡിന് ഒരു കംപ്ലയിൻറ്റ് വന്നു. അപ്പോൾ ആമസോണിൽ നിന്ന് പുതിയൊരു ട്രൈപോഡ് ഓർഡർ ചെയ്ത് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഇതൊരു മഴയൊക്കെയുള്ള സമയത്ത് കുറച്ച് ഹോളിഡേയ്സ് ഇല്ല, ആ ഒരു ദിവസത്തെ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ കുട്ടികൾ ടി വി ഒക്കെ കണ്ട് അങ്ങനെ ഇരിപ്പുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ജോലികളിലേക്കൊക്കെ തിരിയാണ്. നമ്മുടെ MI അവിടെ ചാർജ് ചെയ്ത് ഇരിപ്പുണ്ട്. അപ്പോഴത്തേനും നമ്മുടെ ട്രൈപോഡ് വന്നു. അപ്പം ഞാൻ ഭയങ്കര ഹാപ്പിയായി. എന്ന് വെച്ചാൽ അല്ലെങ്കിൽ പിന്നെ ഷൂട്ടിങ്ങൊക്കെ കുറച്ച് പണിയായിരിക്കുമല്ലോ. അപ്പോൾ എന്തായാലും അതിൻ്റെ അൺബോക്സിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അൺബോക്സിങ് ചെയ്യുമ്പോൾ മോൾ എനിക്ക് ഷൂട്ട് ചെയ്ത് തരാണ് കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം വാങ്ങിയത് കുറച്ച് സാധാരണത്തിലും ഒരു ലോങ് ട്രൈപോഡാണ് കേട്ടോ. കാര്യം നല്ലതാണ്, പക്ഷേ നമുക്ക് കൗണ്ടർ ടോപ്പിലൊക്കെ വെച്ച് ഷൂട്ട് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ചൊരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് കുറച്ച് ഹെവിയാണ്. പക്ഷെ നല്ല സ്ട്രോങ് ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും എനിക്കിത് റിട്ടേൺ ചെയ്യണമെന്നൊരു ഡൗട്ട് വന്നു. കാരണം നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ കുറച്ച് വലുതാണ്. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ വാങ്ങിയ സ്ഥിതിക്ക് തിരിച്ച് കൊടുക്കണ്ടെന്ന് തന്നെ വെച്ചിട്ട് ഞാനത് യൂസ് ചെയ്യാണ്. പിന്നെ യൂസ് ചെയ്ത് വരുമ്പോൾ വലിയ പ്രശ്നമില്ല. എന്നാലും എനിക്ക് കുറച്ചൊരു ഒതുക്കത്തിലുള്ളൊരു ട്രൈപോഡ് തന്നെയാണ് നല്ലതെന്നാണ് കേട്ടോ എനിക്ക് ഫീൽ ചെയ്തത്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് ഡിഷ് വാഷിങ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സാധാരണ എനിക്ക് രാവിലെ പാത്രം കഴുകാൻ വേണ്ടിയിട്ട് എനിക്കൊരു ഹെൽപ്പ് ചേച്ചി വരുന്നതാണ്. അപ്പോൾ അന്നത്തെ ദിവസം എനിക്ക് ഹെൽപ്പ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും രാവിലെ കുറച്ച് നേരം ഒന്ന് റിലാക്സ് ചെയ്തതിന് ശേഷമാണ് പാത്രങ്ങളൊക്കെ ഒതുക്കി വെച്ചിരുന്നു. അതിന് ശേഷമാണ് കേട്ടോ ഞാൻ ക്ലീനിങ്ങിന് വേണ്ടി വരുന്നത്. കുട്ടികൾക്ക് സ്കൂളുള്ള ദിവസമാണെങ്കിൽ നമ്മുടെ ഒരു റുട്ടീനും കറക്റ്റായിട്ട് തന്നെ അങ്ങ് പോകുമല്ലേ. കൃത്യമായിട്ട് നമ്മൾ 7:30 ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കും. അത് കഴിഞ്ഞ് അതിൻ്റെ കൂടെ തന്നെ ലഞ്ച് റെഡിയാക്കും. ബാക്കി കാര്യങ്ങളും പിന്നെ അവർ വരുമ്പോഴത്തേനും നമ്മൾ കാര്യങ്ങളൊക്കെ സെറ്റായി അങ്ങനെ വെൽ പ്ലാൻഡ് ആയിട്ട് തന്നെ ആയിരിക്കും പോകുന്നത്. അതല്ല, ഹോളിഡേയ്സ് ആകുമ്പോൾ പയ്യെ നമ്മളും ഒന്ന് കുറച്ച് റിലാക്സ്ഡ് ആവുന്ന പോലെ ഫീൽ ചെയ്തിട്ടുണ്ട്. നമ്മൾ എഴുന്നേൽക്കാനാണെങ്കിലും ചിലപ്പോൾ കുറച്ചുകൂടി ഒന്ന് വൈകും. അതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും നമ്മൾ ഉണ്ടാക്കുന്ന ആ ഒരു ടൈമിനായിരിക്കില്ല ചിലപ്പോൾ ഉണ്ടാക്കുന്നത്. അപ്പം മൊത്തത്തിൽ നമ്മളങ്ങ് ലേറ്റ് ആവുകയും ചെയ്യും അല്ലേ. അപ്പം കഴിയുന്നതും നമ്മൾ ആ സ്കൂൾ റൂട്ടീനിൽ ഫോളോ ചെയ്യുന്ന ആ ഒരു റൂട്ടീൻ ഹോളിഡേയ്സിലും അങ്ങ് ഫോളോ ചെയ്ത് പോരുക തന്നെയാണ് നല്ലത്. അപ്പം നമ്മളെപ്പോഴും അതിനു വേണ്ടി ട്രൈ ചെയ്യുന്നത് തന്നെ ആയിരിക്കും നല്ലത്. കാരണം അല്ലെങ്കിൽ പിന്നെ നമുക്ക് കുറച്ച് ഹെക്റ്റിക് ആവുന്ന പോലെ തോന്നും. പ്രത്യേകിച്ച് കുട്ടികൾ വീട്ടിലുള്ളതുകൊണ്ട് അവർ നമ്മളെ ഓരോ കാര്യത്തിന് ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടും കൂടി ഇരിക്കും. അപ്പോൾ പിന്നെ പണികളെല്ലാം തന്നെ പെൻഡിങ് ആവും. അപ്പം കഴിയുന്നതും നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്ന സമയം ഒരു ടൈം ഫിക്സ് ചെയ്താൽ ഹോളിഡേയ്സിനും കൂടി ആ ഒരു ടൈമിന് തന്നെ എഴുന്നേൽക്കുന്നത് തന്നെ ആയിരിക്കും നല്ലത്. അപ്പം ഞാൻ മുന്നേ 5:15 എഴുന്നേറ്റ് ശീലിച്ചിരുന്നതാണ്. പിന്നെ അതിന് ശേഷം അതിലൊരു ബ്രേക്ക് വന്നു. പിന്നെ 6:30 അങ്ങനെയൊക്കെ പോയി. പിന്നെ വീണ്ടും കുട്ടികൾ സ്കൂളിൽ പോയി തുടങ്ങിയപ്പോഴാണ് ഈ 5:15 എന്നുള്ളൊരു ടൈമിലാണ് ഇപ്പം ഞാൻ എത്തി നിൽക്കുന്നത്. അപ്പോൾ ഒരു 11 മണിയാകുമ്പോഴെങ്കിലും നമ്മളൊന്ന് കിടക്കാൻ ശ്രമിക്കുക. ഒരു 5 മണി 5:15 ആ ഒരു സമയം, മാക്സിമം 5:30 എഴുന്നേൽക്കുകയാണെങ്കിൽ നമുക്ക് എന്തായാലും കുറച്ച് ഈസി ആയിട്ട് തന്നെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ പാത്രങ്ങളൊക്കെ പറഞ്ഞ നേരം കൊണ്ട് കഴുകി കഴിഞ്ഞു. ഇനിയിപ്പം കൗണ്ടർ ടോപ്പ് ഒന്ന് തുടച്ചെടുക്കുകയാണ്. ഇനി മൈക്രോ ഫൈബർ ക്ലോത്താണ് കേട്ടോ കൂടുതലും യൂസ് ചെയ്യുന്നത്. എനിക്കെന്തോ അത് വെച്ച് ക്ലീൻ ചെയ്യുമ്പോൾ നല്ലൊരു തൃപ്തിയാണ് ഫീൽ ചെയ്യാറ്. അതുപോലെ അതിന് ശേഷം കോട്ടൺ തുണി വെച്ചിട്ടൊന്ന് വൈപ്പ് ചെയ്തും കൂടി ഇടുവാണെങ്കിൽ നല്ല ക്ലീൻ ആവുന്നതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ചെയ്യുന്നൊരു കാര്യം, എന്തെങ്കിലും കറിയോ പാലൊക്കെ വീണ് കഴിഞ്ഞാൽ അത് ജസ്റ്റ് തുടച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു എക്സ്ട്രാ തുണി കിച്ചണിൽ വെച്ചേക്കും. നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന കിച്ചൺ ക്ലീനിങ് ക്ലോത്തില്ലേ, വെച്ചിട്ട് ഞാൻ വൈപ്പ് ചെയ്യാറില്ല. ഒന്നില്ലെങ്കിൽ ടിഷ്യൂ, പക്ഷേ ടിഷ്യൂ കുറച്ച് എക്സ്പെൻസീവ് അല്ലേ. അപ്പോൾ ഇതുപോലെ വേസ്റ്റ് തുണികൾ നമ്മൾ അതിന് വേണ്ടി എടുത്ത് വെക്കുകയാണെങ്കിൽ നമ്മുടെ കിച്ചൺ ടവൽസ് കുറച്ചുകൂടി നമുക്ക് വൃത്തിയാക്കാനും കുറച്ച് എളുപ്പമുണ്ടാവും കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്കലത്തെ ലഞ്ചിന് വേണ്ടിയിട്ട് ഫിഷ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഫിഷ് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. പിന്നെ അതുപോലെ കുറച്ച് മോര് കറി ഇരിപ്പുണ്ട്. ബാക്കി നമ്മുടെ വീട്ടിലുള്ള സംഭവങ്ങളൊക്കെ വെച്ച് തട്ടിക്കൂട്ടി അങ്ങനെ ഒരു ലഞ്ചാണ് കേട്ടോ. ഒരുപാട് നേരം കുക്കിങ്ങിന് വേണ്ടിയൊന്നും ഇന്ന് നിൽക്കുന്നില്ല. കുറച്ച് റിലാക്സ്ഡ് ആയിട്ട് തന്നെ ഇരിക്കാമെന്നാണ് കേട്ടോ ഞാൻ വിചാരിക്കുന്നത്.
അപ്പോൾ വൈകുന്നേരത്തിന് ഒരു കേക്ക് ബേക്ക് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം. അപ്പോൾ സിമ്പിളായിട്ടുള്ളൊരു കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എനിക്ക് പ്രോപ്പറായിട്ടുള്ളൊരു റെസിപ്പി ഇതുവരെ കിട്ടിയിട്ടില്ല കേട്ടോ. പ്രോപ്പറായിട്ട് നമുക്കൊരു എപ്പോൾ ചെയ്താലും കറക്റ്റായിട്ട് കിട്ടും, അങ്ങനെ ഒരു റെസിപ്പി കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ അതിന് വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറേ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുമല്ലോ. അപ്പോൾ എന്തായാലും അപ്പോൾ ഒരു റെസിപ്പി സിമ്പിളായിട്ട് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ വൈകുന്നേരം അത് ചെയ്യണം. പിന്നെ എന്താ, മീൻ വെള്ളത്തിലിട്ടിട്ടുണ്ടല്ലോ, അപ്പോൾ അതൊന്ന് ഡീഫ്രോസ്റ്റ് ആവുന്ന സമയം കൊണ്ട് ഞാൻ ഇച്ചിരി നേരം എനിക്ക് ലാപ്ടോപ്പിൽ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പം അത് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ ഓർത്തത് ഒരു വിഷൻ ബോർഡ് ഉണ്ടാക്കിയില്ലല്ലോ എന്ന്. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു വിഷൻ ബോർഡ് ഉണ്ടാക്കിയിട്ട് അത് നമ്മുടെ ഡെസ്ക്ടോപ്പിൻ്റെ വാൾപേപ്പറായിട്ട് സെറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ സിസ്റ്റം ഓൺ ചെയ്യുമ്പോഴൊക്കെ ഇത് കാണുമല്ലോ. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടാണ് പറഞ്ഞത്, ഞാൻ വിഷൻ ബോർഡിൻ്റെ കാര്യം ഡിസ്കസ് ചെയ്തപ്പോൾ ഡെസ്ക്ടോപ്പിൽ ഇങ്ങനെ ചെയ്തിട്ടാൽ നമ്മൾ ഇപ്പം എന്നും ഇപ്പോൾ ഓഫീസിൽ പോകുന്നവരാണെങ്കിൽ അവർക്ക് എന്തായാലും കാണും. അതല്ലാതെ നമ്മൾ എന്നും സിസ്റ്റം യൂസ് ചെയ്യുന്നവരാണെങ്കിലും നമുക്ക് ഇത് തുറക്കുമ്പോൾ തന്നെ ഇത് കാണുമല്ലോ. അപ്പോൾ എന്തായാലും എനിക്ക് പെട്ടെന്ന് അങ്ങനെ ഒരു ആഗ്രഹം തോന്നിയിട്ട് ഞാൻ ക്യാൻവയിലാണ് കേട്ടോ ചെയ്തത്. നമ്മുടെ ലാപ്ടോപ്പിൽ തന്നെ നമുക്ക് ക്യാൻവ ആക്സസ് ചെയ്യാമല്ലോ. അപ്പം അത് എടുത്തിട്ട് അത് വെച്ചിട്ട് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ക്യാൻവ യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റും. പെട്ടെന്ന് ഞാൻ റെഡിയാക്കി. പക്ഷേ എനിക്ക് എൻ്റെ മനസ്സിലൊരു വലിയ ഐഡിയ ഒന്നും ഉണ്ടായില്ല. പെട്ടെന്ന് തോന്നിയ കുറച്ച് കാര്യങ്ങളൊക്കെ തട്ടിക്കൂട്ടിയിട്ട് ഞാൻ പെട്ടെന്നൊരു വിഷൻ ബോർഡ് ഉണ്ടാക്കി. എന്നിട്ട് അത് എൻ്റെ വാൾപേപ്പർ ആക്കുകയും ചെയ്തു കേട്ടോ. എന്താണെന്നറിയില്ല, വല്ലാത്തൊരു സന്തോഷം തോന്നി. പലപ്പോഴും നമുക്ക് ചെറിയ കാര്യങ്ങളായിരിക്കും നമ്മൾ ചെയ്യുന്നത്, പക്ഷേ നമുക്കത് അന്ന് അത് ചെയ്ത് തീർക്കുമ്പോൾ വല്ലാത്തൊരു സന്തോഷം, വല്ലാത്തൊരു അച്ചീവ്മെൻറ്റോ തോന്നും. പിന്നെ അതിന് ശേഷം നമ്മളെപ്പോൾ ലാപ്ടോപ്പ് തുറക്കുമ്പോഴും നമുക്കത് അന്ന് ഞാനത് ചെയ്തില്ലായിരുന്നെങ്കിൽ പിന്നീട് ചിലപ്പോൾ അത് ഇഗ്നോർ ചെയ്ത് പോയേനെ. ചെറിയൊരു കാര്യമായതുകൊണ്ട് ചെയ്താലും ചെയ്തില്ലെങ്കിലും നമുക്ക് തോന്നും അതൊരു വലിയ എഫക്റ്റ് ഇല്ലാത്ത കാര്യമാണല്ലോ എന്ന്. പക്ഷേ അത് ചെയ്ത് നമ്മൾ എന്നും ലാപ്ടോപ്പ് തുറക്കുമ്പോൾ നമ്മളെന്തായാലും വിഷൻ ബോർഡിൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ, നമുക്ക് അച്ചീവ് ചെയ്യേണ്ട കാര്യങ്ങൾ, നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ, ഇതൊക്കെയാണല്ലോ നമ്മൾ എഴുതുന്നത്. അപ്പോൾ തന്നെ അത് കാണുമ്പോൾ നമ്മുടെ മനസ്സിന് ഒരു പോസിറ്റിവിറ്റി കിട്ടും. അപ്പം നിങ്ങൾ ഇതുവരെ വിഷൻ ബോർഡ് ട്രൈ ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. ഒരുപാട് വലിയ രീതിയിലൊന്നും ചെയ്യണ്ട. നിങ്ങൾ എന്നും തുറക്കുന്ന ഒരു ഡയറി ഉണ്ടെങ്കിൽ, എന്നും യൂസ് ചെയ്യുന്ന ഒരു ടു ഡു ലിസ്റ്റൊക്കെ എഴുതുന്ന ഒരു നോട്ട്ബുക്ക് ഉണ്ടെങ്കിൽ, ഒന്നുമില്ലെങ്കിൽ നമ്മളുടെ കുട്ടികളുടെ റൈറ്റിംഗ് പാഡില്ലേ, അതൊരെണ്ണം ഫ്രീ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള പിക്ചേഴ്സ് വരച്ചെടുക്കാം. അല്ലെങ്കിൽ ഏതെങ്കിലും പിക്ചേഴ്സ് പ്രിൻ്റ് ഔട്ട് എടുത്ത് സ്റ്റിക്ക് ചെയ്യാം. അങ്ങനെ എങ്ങനെ വേണമെങ്കിലും നമുക്ക് വിഷൻ ബോർഡ് ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ വിഷൻ ബോർഡ് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ. പെട്ടെന്ന് തോന്നിയ കുറച്ച് കാര്യങ്ങളൊക്കെ തട്ടിക്കുട്ടി. ഇത് കംപ്ലീറ്റ് ഒന്നല്ല, നമുക്ക് ചിലപ്പം ഇനിയും കാര്യങ്ങൾ ആഡ് ചെയ്യണമെന്നൊക്കെ പിന്നീട് എനിക്ക് തോന്നിയപ്പോൾ എന്തായാലും അപ്പോൾ തോന്നിയ കുറച്ച് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള വിഷൻ ബോർഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് പിന്നെ അപ്പോഴത്തേനും മീൻ ഡീഫ്രോസ്റ്റായി. അപ്പോൾ ഞാൻ വിചാരിച്ചു ജസ്റ്റ് അതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അപ്പം സാധാരണ നമ്മൾ മാരിനേറ്റ് ചെയ്യുന്ന പോലെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഉപ്പ്, പിന്നെ ഞാൻ എന്തായാലും കുറച്ച് വെളിച്ചെണ്ണ ചേർക്കും, പിന്നെ വേപ്പില ഉണ്ടെങ്കിൽ അത് ചേർക്കും. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കുറച്ച് ഉലുവപ്പൊടിയും കൂടി ചേർത്തു കേട്ടോ. പക്ഷേ ഇങ്ങനെ ചെയ്തപ്പോഴത്തേനും മീൻ ഫ്രൈ ചെയ്ത് വന്നപ്പോൾ കുറച്ചൊരു ഡാർക്ക് കളർ വരുന്ന പോലെ തോന്നി. അങ്ങനെ ഉണ്ടാവുമോ? നിങ്ങൾ ഇതിന് മുന്നേ ഉലുവപ്പൊടി ചേർത്ത് ഫ്രൈ ചെയ്തിട്ടുണ്ട്, അപ്പോൾ അങ്ങനെ ഉണ്ടാവുമോ എന്ന് ആർക്കെങ്കിലും അറിയെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ കുട്ടികൾ നല്ല മാരത്തോണായിട്ട് ടി വി കണ്ടുകൊണ്ടിരിപ്പുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും എക്സസൈസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിഷ്ടമുള്ളതും കൂടി എന്തെങ്കിലും വെക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച്, ഞാൻ ചില സമയത്ത് അങ്ങനെ ടി വി വെക്കും, എന്നിട്ട് ഇവിടെ ഇരുന്ന് ഇപ്പുറത്തിരുന്നൊരു 30 മിനിറ്റ്സ് വർക്കൗട്ട് ചെയ്യും. പിന്നെ ഇപ്പോൾ ലഞ്ചിൻ്റെ കാര്യങ്ങൾ, മോരുകറി ചൂടാക്കി എടുത്തു, പിന്നെ ഫിഷ് ഫ്രൈ ചെയ്യാനിട്ടു, പിന്നെ കുറച്ച് ബിരിയാണി വാങ്ങിച്ചത് ഞാൻ ആവിയേറ്റി എടുക്കുകയാണ്. പിന്നെ ഉള്ള ഐറ്റംസ് എല്ലാം കൂടി തട്ടിക്കൂട്ടി തൈര് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയത് ഇരിപ്പുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ എടുത്തു. ഇനി ഡൈനിങ് ഏരിയയിൽ ഞാൻ ജസ്റ്റ് ക്ലീനിങ് സ്കെഡ്യൂൾ ചെയ്ത് ഇടുകയാണ് കേട്ടോ, നമ്മുടെ വാക്യൂം ക്ലീനർ. അപ്പോൾ കുറച്ച് നമ്മുടെ ഫുഡിൻ്റെ ഐറ്റംസ് ഉണ്ടാവും, പിന്നെ മുടിയൊക്കെ 1-2 എണ്ണം കണ്ടു. അപ്പോൾ ഞാൻ വെച്ചു ആ ഒരു ഏരിയ മാത്രം ഒന്ന് സ്കെഡ്യൂൾ ചെയ്തിട്ടാൽ ആ ക്ലീനിങ് അവിടെ നടന്നോളുമല്ലോ. അപ്പോൾ നമുക്കിങ്ങനെ നമുക്ക് നമ്മളുടെ ജോലികൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് രീതിയിലാണോ നമുക്ക്
ഒരു ഹെൽപ്പ് നമുക്ക് ആക്കിയെടുക്കാൻ പറ്റുന്നത്, അത് നമ്മൾ ആ ടെക്നിക്സൊക്കെ കണ്ടുപിടിച്ചിട്ട് നമ്മുടെ ഹോം മേക്കിംഗ് ഈസി ആക്കാനും ഒക്കെ നോക്കുക. അപ്പോൾ തന്നെ നമ്മൾ റിലാക്സ്ഡ് ആകുമ്പോൾ തന്നെ നമുക്ക് വീട്ടു ജോലികളൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ ഓരോരുത്തർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അത് നമ്മളൊന്ന് ആലോചിച്ചെടുത്താൽ തന്നെ ചിലപ്പോൾ നമ്മുടെ പണികൾ കുറയ്ക്കുന്നതിലൂടെ ആയിരിക്കും നമുക്ക് ഏത് രീതിയിലാണ് നമുക്ക് പണികൾ കുറയ്ക്കാൻ പറ്റുക, ഇതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക. അല്ലാതെ നമ്മളെപ്പോഴും എപ്പോഴും പണി എന്ന് പറഞ്ഞ് കംപ്ലയിൻറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്കൊരിക്കലും ഒരു സമാധാനം കിട്ടില്ല അല്ലേ. അപ്പോൾ അങ്ങനെ നമ്മൾ ചിന്തിക്കാൻ ശ്രമിക്കുക. നമ്മളുടെ സാഹചര്യത്തിൽ എങ്ങനെയാണോ നമുക്ക് നമ്മുടെ സിറ്റുവേഷൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുക, അങ്ങനെയൊന്ന് ശ്രമിച്ച് നോക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു കേക്ക് ട്രൈ ചെയ്യാൻ പോവുകയാണ് കേട്ടോ. ഞാൻ ബനാന ബ്രെഡ് അത്യാവശ്യം നല്ല രീതിയിൽ എനിക്ക് കുഴപ്പമില്ലാണ്ട് ഉണ്ടാക്കാൻ അറിയാം. പക്ഷേ സാധാരണ നമ്മുടെ വാനില കേക്ക്, ടീ കേക്ക്, ഇത് ഒന്നും കറക്റ്റായിട്ട് വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും അതിൻ്റെ ഒരു റെസിപ്പി നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയാൽ ഇടയ്ക്ക് നമുക്ക് പിള്ളേർക്ക് ക്വിക്കായിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റണം. അപ്പോൾ അങ്ങനെ ശ്രമിച്ച് നോക്കിയിട്ട് ഞാനൊരു റെസിപ്പിയൊക്കെ കണ്ടുപിടിച്ചു. അപ്പോൾ ഈവനിങ് ആയപ്പോൾ കുറച്ച് സമയമുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും അതൊന്ന് ട്രൈ ചെയ്യാം. ഇപ്പം ഇതിപ്പോൾ സാധാരണ ഒരു കേക്കാണ് കേട്ടോ. നമ്മൾ മൈദയും മുട്ടയും പിന്നെ ഓയിലുണ്ട്, ഷുഗറുണ്ട്, അങ്ങനെ ബേസിക് ആയിട്ടുള്ള ഒരു കേക്കില്ലേ. അപ്പോൾ അത് പല രീതിയിൽ ഞാൻ ഇതിനു മുന്നേ ശ്രമിച്ചു നോക്കിയിട്ടുണ്ട്. അപ്പോൾ അത്ര പെർഫെക്റ്റ് ആയിട്ടൊന്നും വന്നിട്ടില്ല. അപ്പോൾ എന്തായാലും കുറച്ച് പ്രാവശ്യം നമ്മൾ ഉണ്ടാക്കി നോക്കിയാൽ തന്നെ നമുക്ക് കേക്കൊക്കെ ഒന്ന് കറക്റ്റ് റെസിപ്പിയൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ ഞാനിവിടെ ഒരു ബൗളിൽ മൈദയും പിന്നെ ബേക്കിംഗ് പൗഡറും കൂടി അരിച്ചെടുത്തു. പിന്നെ അതിന് ശേഷം നമുക്ക് മുട്ട ബീറ്റ് ചെയ്യണം. ബീറ്റർ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ബീറ്റ് ചെയ്യുന്നത്. മുട്ട ബീറ്റ് ചെയ്ത് അത്യാവശ്യം നല്ല ബീറ്റായി കഴിയുമ്പോൾ നമ്മൾ പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ട്. അതും വെച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യുക. പൊടിച്ച പഞ്ചസാരയാണ് എപ്പോഴും നല്ലത്. ഞാനിപ്പോൾ പൊടിച്ചതൊന്നും എടുത്തില്ലായിരുന്നു കേട്ടോ. എന്നിട്ട് നല്ലപോലെ ബീറ്റ് ചെയ്യുമ്പം നല്ലപോലെ പൊങ്ങി വരും, നല്ലപോലെ പതഞ്ഞ് വരും. പിന്നെ പഞ്ചസാരയാണെങ്കിലും നമ്മൾ കുറേശ്ശെ ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടി ഒറ്റയടിക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാതെ കുറേശ്ശെ അതിൽ അലിഞ്ഞലിഞ്ഞ് ചേരുന്ന രീതിയിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ അതാ കുറച്ച് സമയം ഞാൻ ബീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിലോട്ട് വെജിറ്റബിൾ ഓയിൽ ചേർത്തു. പിന്നെ ഞാൻ അതിലേക്ക് തന്നെ വാനില എസൻസ് ചേർത്തു. പിന്നെ മുട്ട ചേർക്കുന്നതാണെങ്കിൽ മിക്കവാറും ഒരു മുട്ടയുടെ മണം വരും. അപ്പം അധികം മുട്ട ചേർക്കുന്നില്ലെങ്കിൽ വലിയ പ്രശ്നമില്ല കേട്ടോ. പക്ഷെ എന്നാലും വാനില എസൻസ് ചേർക്കുവാണെങ്കിൽ നല്ലൊരു വാനില കേക്കിൻ്റെ സ്മെല്ല് കിട്ടും. ഇനിയിപ്പോൾ അതിനകത്തോട്ട് നമ്മൾ മൈദ കുറേശ്ശെ ചേർത്തിട്ട് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ ആഡ് ചെയ്യുക കേട്ടോ. ഈ കട്ട് ആൻഡ് ഫോൾഡ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് കറക്കുക, പിന്നെ ഒന്ന് കട്ട് ചെയ്യുക. അങ്ങനെ ചെയ്യും നമ്മൾ, കറക്കുക, കട്ട് ചെയ്യുക, അല്ലാതെ ഇങ്ങനെ ഇട്ട് ഇളക്കിക്കൊണ്ടിരിക്കില്ല കേട്ടോ. അപ്പോൾ ആ ഒരു മെത്തേഡിലാണ് നമുക്ക് എന്താ പറയുക ഇത് ചേർക്കേണ്ടത്. പിന്നെ ഇതിനകത്ത് ഒരു ആവശ്യത്തിന് ജസ്റ്റ് ഒരു കുറച്ച് പാല് ചേർക്കാനും കൂടി നമ്മുടെ ആ കൺസിസ്റ്റൻസി കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ ചേർത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കൺസിസ്റ്റൻസി കറക്റ്റ് ആയതിന് ശേഷം ഒരു ബേക്കിംഗ് ടിൻ എടുക്കുക. അത് നല്ലപോലെ ഒന്ന് ബട്ടറോ എന്തെങ്കിലും ഓയിലോ വെച്ചിട്ടൊന്ന് ഗ്രീസ് ചെയ്യുക, കാരണം കേക്ക് വിട്ട് കിട്ടണമല്ലോ. അപ്പോൾ അതിന് ശേഷം അതിനകത്തോട്ട് നമ്മൾ എന്താ പറയുക നമ്മളുടെ ബാറ്റർ അങ്ങ് ഒഴിക്കുക. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ അവനൊന്ന് പ്രീ ഹീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ കേക്ക് വെക്കുമ്പോഴത്തേനും ഇത് കറക്റ്റായിട്ട് ചൂടായി ഇരിപ്പുണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ നമ്മുടെ ബാറ്റർ കേക്ക് ടിന്നിലോട്ട് ഒഴിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പം ബാറ്റർ കാണുമ്പോൾ തന്നെ എനിക്ക് എന്തോ ഒരു ഇത് ശരിയാവില്ല എന്നുള്ളൊരു ഫീൽ തന്നെയായിരുന്നു, എന്തോ അതിൻ്റെ കൺസിസ്റ്റൻസി കണ്ടതിന് ശേഷം. അപ്പോൾ എന്തായാലും ബേക്ക് ചെയ്ത് നോക്കാം, ഇത്രയും ആയല്ലോ, ഇനി ബാക്കിയും കൂടി ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങ് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ കുറച്ച് കാഷ്നട്ടും കൂടി അതിൻ്റെ മേലെ ഒന്ന് വിതറി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ 180 ഡിഗ്രി സെൽഷ്യസിൽ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ഇപ്പോൾ OTG ഓവനാണ് കേട്ടോ. അതിനകത്ത് ഞാനൊരു 30 to 40 മിനിറ്റ്സ് കേക്ക് സെറ്റാവുന്ന വരെ ഞാനൊന്ന് ബേക്ക് ചെയ്തെടുത്തു. അപ്പം വലിയ കുഴപ്പമില്ല, പൊങ്ങി വരുന്നുണ്ടായിരുന്നു. ഞാൻ എക്സ്പെക്റ്റ് ചെയ്തതിലും ബെറ്ററായി. ഞാൻ വിചാരിച്ചു ഇത് പൊങ്ങത്തേ ഇല്ല, അങ്ങനെ ഒരു ഫീലായിരുന്നു എനിക്ക് കേക്കിൻ്റെ ബാറ്റർ കണ്ടപ്പോൾ കിട്ടിയത്. പക്ഷേ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും ഇതാണ് നമ്മുടെ കേക്ക്. മേലെ ഒരു ബ്രൗണിഷ് കളറൊന്നും വന്നില്ല കേട്ടോ. അപ്പോൾ ഞാനിതൊരു ബ്രെഡ് ടിൻ എന്നൊക്കെ പറയില്ലേ, ഈ ബ്രെഡ്സൊക്കെ ബേക്ക് ചെയ്യുന്നൊരു ടിന്നിലായതുകൊണ്ടാണ് ഈ ഒരു ഷേപ്പിൽ കേക്ക് ഇരിക്കുന്നത്.
അപ്പോൾ എന്തായാലും കുറേ നാൾക്ക് ശേഷം ഒരു റെസിപ്പിയൊക്കെ ട്രൈ ചെയ്യുമ്പോൾ ഇത്രയും തന്നെ എക്സ്പെക്റ്റ് ചെയ്താൽ മതി. പിന്നെ ഞാൻ എന്തായാലും ഒരു കേക്ക് എക്സ്പേർട്ട് അല്ലല്ലോ, അപ്പം എന്തായാലും കുറച്ച് പ്രാവശ്യം ട്രൈ ചെയ്യുമ്പോഴത്തേനും റെഡി ആവുമായിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങളായിട്ടും ഷെയർ ചെയ്യാം കേട്ടോ എൻ്റെ കേക്ക് ബേക്കിംഗ് എക്സ്പീരിയൻസ് എല്ലാം. അപ്പോൾ എന്തായാലും കേക്ക് അത്യാവശ്യം വിചാരിച്ചതിലും നല്ലതായിരുന്നു. ആകെ തോന്നിയത് അതിൽ ഓയിലിൻ്റെ ഒരു കുത്ത് ഇച്ചിരി കൂടുതലായിരുന്നു. അപ്പം നമ്മളുണ്ടാക്കുന്നവർക്ക് നമുക്ക് കുറച്ച് എൻ്റെ പ്രോബ്ലംസ് കൂടുതൽ ഫീൽ ചെയ്യില്ല. പക്ഷെ കഴിക്കാൻ വന്നപ്പം എല്ലാവരും കുഴപ്പമില്ല, നല്ലത്, അങ്ങനെയൊക്കെയാണ് കേട്ടോ പറഞ്ഞത്. പിന്നെ വൈകുന്നേരത്തെ ബാക്കി കാര്യങ്ങളൊന്നും തന്നെ ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല. എന്തായാലും പണികളൊക്കെ കഴിഞ്ഞു, കിച്ചൺ അത്യാവശ്യമൊക്കെ ഒന്ന് ഒതുക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ മോൻ ഇപ്പോൾ കീബോർഡ് സ്കൂളിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ മോൻ്റെ ജസ്റ്റ് ഒരു ക്ലിപ്പ് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ.